من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലെല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, സർവോപരി ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് വിട പറയാൻ അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചിരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പുതിയൊരു ഹിജ്റ മാസത്തിലാണ് നമ്മൊക്കെ ഉള്ളത്. സാധാരണയായി ഇംഗ്ലീഷ് മാസവും മലയാള മാസവും മാറി വരുന്നതിൻ്റെ അപ്പുറം ഇസ്ലാമിക കലണ്ടർ എന്തുകൊണ്ട് പ്രസക്തമാകുന്നു? അതല്ലെങ്കിൽ ഹിജ്റയുടെ സന്ദേശം എന്താണ്? 1448 വർഷം ഹിജ്റ വർഷം എന്ന് പറയുമ്പോൾ ഹിജ്റ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഹിജ്റയെ കുറിച്ച് പറയുമ്പോൾ ഏത് കലണ്ടർ നമ്മുടെ ഉമ്മത്തിന് വേണമെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ കലണ്ടറായിട്ട് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഹിജ്റ എന്നത് ഒന്നാം സ്ഥാനത്തെത്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിച്ച തീയതിയും വർഷവും ഒക്കെ ചരിത്രം പറയാൻ പറ്റും. ഒരുപക്ഷെ നുബുവത്തിന്റെ വർഷവും പറയാൻ പറ്റും. ഒരുപക്ഷെ മരണത്തിന്റെ വർഷവും വഫാത്തായതിന്റെ വർഷവും പറയാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് ഹിജ്റ എന്ന മഹത്തായ സന്ദേശം ഇസ്ലാമിന്റെ കലണ്ടറിന്റെ ഭാഗമായി എന്ന് ചോദിച്ചാൽ, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും ഏറെ പാഠം ഹിജ്റയിൽ നിന്ന് പഠിക്കാനുണ്ട്, മുസ്ലിം ഉമ്മത്തിന് ലഭിക്കാനുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മക്കയിൽ നിന്ന് ഏറെ യാതനകളും വേദനകളും സഹിച്ച ഒരു വർഷങ്ങൾ ഉണ്ടായിരുന്നു. നീണ്ട 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മക്കയിലുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ശക്തമായ ആക്രമണങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഒരു ചരിത്രമാണ് ആ കാലഘട്ടത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതിന്റെ തുടർച്ചയാണ് അഭയം തേടിക്കൊണ്ട് തായിഫിലേക്ക് പോയതും പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതും. ആ ഹിജ്റയിൽ നിന്ന് ഒരുപാട് പാഠം മുസ്ലിം ഉമ്മത്തിന് പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പ്രത്യേകിച്ചും സൂറത്തു തൗബയിലെ 40-ാമത്തെ വചനത്തിൽ അള്ളാഹു ഈ ഹിജ്റയുടെ ഒരു പ്രധാന പോയിന്റ്സ് ആയിട്ട് എടുത്തു പറയുന്ന കാര്യമുണ്ട്. ഇല്ലാ തൻസുറൂ فقد نصره الله إذ أخرجه الذين كفروا إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه إلا تنصروا. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു പ്രവാചകനെ സഹായിച്ചിട്ടുണ്ട്. അവിശ്വാസികളായ ആളുകള് മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കുകയാണ്. ആ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മദീനയിലേക്ക് ഹിജ്റ പ്ലാൻ ചെയ്യുന്നത്.
സാനിയസ്നേനി രണ്ടുപേരിൽ ഒരാൾ, ഇതുഹുമാ ഫിൽ ഗാറ രണ്ടുപേരും ഗുഹയിലായിരിക്കെ, ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, തന്റെ കൂട്ടുകാരനോട് പറയുകയാണ്. ഗുഹാമുഖത്തേക്ക് വന്ന ശത്രുക്കളെ കണ്ടിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു സുരക്ഷയോർത്ത്, നബിയുടെ സുരക്ഷിതത്വം ഓർത്ത് വ്യാകുലപ്പെടുകയാ, വേവനാതിപ്പെടുകയാ. അല്ലാഹുവിന്റെ റസൂലേ, ശത്രുക്കൾ പുറത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു അവസരം ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂട്ടുകാരനെ എങ്ങനെയാ ധൈര്യപ്പെടുത്തുന്നത്? ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ പേടിക്കണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. നോക്കുക, ഗുഹയില് രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ ശബ്ദം കേൾക്കെ, സാമീപ്യത്തിന് അരികെ ഉണ്ടാകുമ്പോ പേടി ഏതുമില്ലാതെ ഭയപ്പെടാതെ പറയുകയാ, ആ ശത്രുക്കൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം അള്ളാഹുവിന്റെ മേൽനോട്ടം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ധാരണ, അങ്ങനെ ഒരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോ എന്താ സംഭവിക്കുക? അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോ ഏത് പ്രതിസന്ധിയെയും, ഏത് വിഷമത്തെയും, ഏത് കഷ്ടപ്പാടിനെയും, ഏത് പ്രയാസമുള്ള അവസ്ഥയെയും തരണം ചെയ്യാൻ അള്ളാഹു പറയുന്നത് ഈ വാക്ക് നിമിത്തം എന്ത് സംഭവിക്കുമെന്ന വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഇറക്കിക്കൊടുത്തുന്ന, ശാന്തി ഇറക്കിക്കൊടുത്തുന്ന, രക്ഷ ഇറക്കിക്കൊടുത്തുന്ന. അപ്പൊ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ പറ്റുന്ന ഒരേ ഒരു മന്ത്രം അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നാണ്. ഇത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടോ? വിശ്വാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആകേണ്ടേ? എല്ലാ പ്രയാസങ്ങളിലും സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ നാം ഒക്കെയും ഏതവസ്ഥയിലും അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്ന ഒരു ശുഭപ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു തൊട്ടപ്പുറം പറയുന്നു, അള്ളാഹുവിന്റെ സമാധാനം അവർക്ക് ഇറക്കി കൊടുത്തു എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കാണാത്ത സൈന്യത്തെ ഇറക്കി കൊടുത്തു. അള്ളാഹുവിന്റെ അദൃശ്യമായ സഹായം നമുക്ക് എത്തുന്നുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഹിജ്റ നടന്നത് മുഹറം മാസമാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാ? സഫർ മാസത്തെ അവസാനം യാത്ര തുടങ്ങി, സഫർ കഴിഞ്ഞു, റബീഉൽ അവ്വൽ കഴിഞ്ഞു, റബീഉൽ ആഖിർ കഴിഞ്ഞു, മുഹറത്തുൽ എത്തി. ആ സഫർ മാസത്തെ യാത്രയിൽ പിന്നീട് എത്തിച്ചേരുന്നത് അടുത്ത മാസമാണ്. അതിനുശേഷമാണ് സഹാബികൾ ഓരോരുത്തരായിട്ടും സംഘാംഗങ്ങളായിട്ടും മദീനയിൽ എത്തിച്ചേർന്നത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാം. വാസ്തവത്തില് ഈ ഹിജ്റ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന സന്ദേശം എന്താ? ഹിജ്റയുടെ അർത്ഥം ഉപേക്ഷിക്കുക എന്നാണ്. ഉപേക്ഷിക്കുക എന്നാണ് ഹിജ്റയുടെ അർത്ഥം. എന്തിലേക്കാണ് നമ്മുടെ ഉപേക്ഷിക്കുന്നത്? നമ്മൾ എന്തിലേക്കാണ് വെടിയുന്നത്? എന്താണ് നമ്മൾ വെടിയുന്നത്? എന്താണ് നമ്മൾ മാറി നിൽക്കുന്നത്? എന്താണ് നമ്മൾ അകന്നു നിൽക്കുന്നത്? ഇതിന്റെ ഒക്കെ അർത്ഥം ഹിജ്റയിൽ പെടും. ഹാജറ, മുഹാജിർ എന്ന് പറയുന്നത് ഉപേക്ഷിക്കുന്നവൻ, വെടിയുന്നവൻ, കൈയൊഴിയുന്നവൻ, അകറ്റി നിർത്തുന്നവൻ, ദൂരെ മാറി നിൽക്കുന്നവൻ. വിശുദ്ധ ഖുർആനില് നമുക്ക് ഒരായത്ത് കാണാൻ പറ്റും. വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം. സൂറത്തു അൻകബൂത്തിലെ വചനങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുക, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആരെങ്കിലും റബ്ബിലേക്ക്, ആകാശത്തിലേക്ക് യാത്ര ചെയ്യുമോ? ഇല്ല. പിന്നെന്താ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്? നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ വൃത്തികേടുകളും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ നന്മയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇതേ ആശയത്തിൽ തന്നെ സൂറത്തുൽ മുദ്ദസ്സിറിൽ നമുക്ക് ഖുർആൻ വചനം കാണാം. നീ വൃത്തികേടിനെ ഉപേക്ഷിക്കുക, മാലിന്യങ്ങളെ ഉപേക്ഷിക്കുക, വേണ്ടാത്തത് നീ വെടിഞ്ഞു കളയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തെറ്റിൽ നിന്ന് മാറി നിൽക്കലാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹിജ്റ എന്ന് പറയുന്നത്. ഒരു വചനം കാണാം, ലാ ഹിജ്റ ബഅദ ഫത്ഹി മക്ക. മക്ക വിജയത്തിന് ശേഷം ഹിജ്റയില്ല, വലാകിൻ ജിഹാദുൻ വനിയത്തുൻ. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജിഹാദ് ഉണ്ട്, നിയ്യത്തും ഉണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ വചന. യുദ്ധം ഉണ്ട് എന്നല്ല, കഠിനമായ പരിശ്രമം ഓരോ ഉമ്മത്തിന്റെ ഓരോ അംഗങ്ങളിലും കിടക്കുന്നു എന്നാണ്. വനിയത്തുൻ, അതിനുള്ള മനസ്സും കിടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരാണ് മുസ്ലിം എന്നതിനെ പറ്റി കൃത്യമായ ഒരു വിശദീകരണം പറഞ്ഞപ്പോ
അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു വിശ്വാസി എന്ന് പറയുന്നത്, ഒരു സഹോദരൻ എങ്ങനെയായിരിക്കും? മറ്റുള്ള ആളുകൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കൈകാലുകളിൽ നിന്നും അവന്റെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തുനിന്ന് മറ്റുള്ളവന് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. അത് കൈകൊണ്ടും ഉണ്ടാകാൻ പാടില്ല, എന്റെ ശരീരത്തിലെ ഒരവയവങ്ങൾ കൊണ്ടും ഒരു തെറ്റും ഒരു ഉപദ്രവവും ഞാൻ മൂലം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ചെറിയൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഒരു വലിയ പാർക്കിംഗ് ഏരിയയിൽ, ആ പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് വാഹനങ്ങൾ അവിടെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരിടമാണ് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങോ നടക്കുന്ന നേരത്ത് വളരെയേറെ സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട ഒരിടം. ആ ഇടത്തിൽ അതിന്റെ മെയിൻ കവാടത്തിൽ നമ്മളൊരു വാഹനം ബ്ലോക്ക് ചെയ്ത് നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറയുന്നത്, ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവന്റെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവർ രക്ഷ നേടുമ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ ഒരാൾ മുസ്ലിം ആകുന്നത്. അതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ നോക്കിക്കോ. വൽ മുഹാജിറു മൻ ഹജറ ഇലാ മാ നഹല്ലാഹ്. ആരാണ് ഹിജ്റ ചെയ്യുന്നവൻ? അതാണല്ലോ നമ്മുടെ ഇന്നത്തെ സന്ദേശം. ഹിജ്റ വർഷം, മുഹറം വർഷം, മുഹറം മാസം. ആരാണോ ഹിജ്റ ചെയ്യുന്നവൻ, മൻ ഹജറ മാ നഹല്ലാഹ്, അല്ലാഹു എന്താണ് അവനോട് കൽപ്പിച്ചത് അത് പാലിക്കുന്നവനാണ് ഹിജ്റ ചെയ്യുന്നവൻ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് അല്ലാഹുവോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ പാലിക്കുന്നവനാണ് മുഹാജിർ എന്ന് പറയുന്നത്. നോക്കുക നിങ്ങൾ, ഈ കഴിഞ്ഞ ജൂണില്, ഈ ജൂണില് 1-ാം തീയതി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓപ്പറേഷൻ തണ്ടർ അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാൻ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തിനായി തെരച്ചില്? ആളുകൾക്കിടയിൽ വലിയ ദുരന്തം വരുത്തി വെക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കേരള നാട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഇടയിൽ അതൊരു സാധാരണ സംഭവമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇരിട്ടി ഭാഗത്ത് ഒരു മാതാവിനെ കഴുത്തറുത്ത് ജീവനോടെ കൊന്നപ്പോ അവരുടെ സഹോദരി പഠിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്തോ വന്നിട്ട് വിലപിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ അത് ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരി വിലപിക്കുന്ന ഒരു വർത്തമാനമുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇവനെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കണമെന്ന്, എന്റെ സഹോദരനെ എവിടെയെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ഇത് നമുക്ക് ദുഃഖത്തോടെ മാത്രമേ കേൾക്കാൻ കഴിയൂ. ഇങ്ങനെ നമ്മുടെ നാടുകളിൽ നൂറുകണക്കിന് സംഭവം, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ നൂറുകണക്കിന് സംഭവം. സ്വന്തം പിതാവിനെ പോലും മർദ്ദിക്കുന്ന കാഴ്ചകളും കേൾവികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അതിൽ മനംതൊന്നിട്ട് പോലും മരണപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അതിന് കണ്ണികളായ ആളുകളെ, അതിനു വേണ്ടി നിഗൂഢമായി പ്രവർത്തിക്കുന്ന ശക്തികളെ കൃത്യമായി നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ വിവരങ്ങൾ അറിയിക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. 14405 അതിന്റെ നമ്പർ. ആ നമ്പറിൽ വിളിച്ചിട്ടോ വാട്സപ്പ് ചെയ്തോ അതുമായി കോൾ ചെയ്തോ, കോൾ ആപ്പ് പോലും അറിയിക്കുന്ന ഇൻഫോമറെ ഐഡന്റിറ്റി പോലും മറച്ചു വെച്ചുകൊണ്ട് പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസും നിയമ സംവിധാനങ്ങളും ശക്തമായി ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് നമ്മളെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? കൃത്യമായി വിവരം അറിയിക്കുക തന്നെ വേണം. കാരണം എന്താണെന്നറിയോ? പിന്നെ നമ്മളെ മക്കളാ പെടുക. അവിടെയാണ് അതിന്റെ പോയിന്റ്. എന്റെയും നിങ്ങളുടെയും മക്കളാണ് പിന്നെ ഈ ട്രാപ്പിൽ പെടുക. അതുവരെ നമ്മൾ ചിന്തിക്കും നമുക്കൊന്നും വരില്ല, അതുകൊണ്ട് നമ്മളായിട്ട് എന്തിനാ വേണ്ടാത്ത വയ്യാവേരി സൃഷ്ടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് പല ജില്ലയിലും ഡി അഡിക്ഷൻ സെന്ററുകളിൽ മുസ്ലിം ഉമ്മത്തിന്റെ കോട്ട പോലും വന്നുകൊണ്ടിരിക്കുകയാണ്.